എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 പുതുവർഷം വരികയാണ്. ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെയും പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ വ്യക്തിപരമായ ഫലങ്ങളല്ല. ജനനസമയം വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ച് മാത്രമേ അവരുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ. ഈ ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹമാറ്റം അനുസരിച്ചുള്ള സാധ്യതകൾ മാത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് 2024 അനുകൂലമായിട്ട് കാണുന്നു. അവർക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വരുമാനത്തിലൊക്കെ വർധനവുണ്ടാകുന്നതാണ്. അതുപോലെ തൊഴിൽ മേഖലയൊക്കെ പൊതുവെ സമാധാനപരമായിട്ട് കാണുന്നുണ്ട്. പുതിയ കരാറുകളിൽ ഒക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ധനലാഭം, ഉദ്ദിഷ്ടകാര്യസിദ്ധി എന്നിവ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിലെ അസ്വസ്ഥതകളൊക്കെ മാറി കിട്ടുന്നതാണ്. വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകുന്ന സമയം കൂടിയാണ്. അതുപോലെ സ്ഥാനമാറ്റത്തിനും പദവിയും ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെട്ട മറ്റുള്ളവരുടെ ശത്രുത സമ്പാദിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം. അതുപോലെ അന്യസ്ത്രീകളോടൊക്കെയുള്ള താല്പര്യം വർദ്ധിക്കുന്നതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. സ്വന്തം അഭിപ്രായത്തിന് ഊന്നൽ നൽകുന്നത് കൊണ്ട് ശത്രുക്കൾ ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അതുപോലെ എതിർപ്പുകളെയൊക്കെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളെയൊക്കെ അതിജീവിക്കാനും കഴിയുന്നതാണ്. അതുപോലെ സന്താനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി പ്രയത്നിക്കുന്നതാണ്. കുടുംബത്തിൽ സുഖവും സംതൃപ്തിയും നിലനിർത്താൻ കഴിയുന്നതാണ്. തൊഴിലിൽ പുരോഗതി കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളുടെ നിസ്സഹകരണം ചില കാര്യങ്ങളിലൊക്കെ മനോദുഃഖത്തിന് ഇടയാക്കുന്നതാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോഴേക്കും ശത്രുതയൊക്കെ പുലർത്തുന്നവർ അടുത്തുകൂടാൻ ഇടയുണ്ട്. അതുപോലെ സ്ത്രീജനങ്ങൾക്ക് മനക്ലേശത്തിനൊക്കെ ഇട കാണുന്നുണ്ട്. കുടുംബസ്വത്തിന് വേണ്ടിയുള്ള വ്യവഹാരത്തിൽ വിജയം ഉണ്ടാകുന്നതാണ്. അതുപോലെ തൊഴിൽ വിപുലപ്പെടുത്താൻ കഴിയുമെങ്കിലും വേണ്ടത്ര സാമ്പത്തിക നേട്ടങ്ങൾ തൊഴിലിൽ നിന്ന് ഉണ്ടാകണമെന്നില്ല മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. അതുപോലെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ച സഹായമോ സഹകരണമോ കൊള്ളണം എന്നില്ല. കൃഷിയിൽ നിന്നൊക്കെ മെച്ചപ്പെട്ട ലാഭം പ്രതീക്ഷിക്കാം. പുതിയ വീട് പണിയാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ യാത്രാവേളകളൊക്കെ അത്ര ഒരു സുഖകരമായിരിക്കില്ല. സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ ചതിയിൽപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അറിവുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ തള്ളിക്കളയരുത്. ഉദ്യോഗസ്ഥർക്കൊക്കെ സ്ഥലം മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. അതുപോലെ ബന്ധുക്കൾ ശത്രുക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ സഹായിക്കാനൊക്കെ ശ്രമിക്കുന്നതാണ്. വസ്തു സംബന്ധമായ അനുകൂല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. ചില രോഗങ്ങളൊക്കെ ശല്യപ്പെടുത്താൻ ഇടയുണ്ട്. സുഹൃത്തുക്കളൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വരവ് ചെലവ് കണക്ക് അത്ര പൊരുത്തപ്പെട്ടു പോകാൻ ഇടയില്ല. ചിലവ് കൂടി നിൽക്കുന്നതാണ്. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. ചതിയിൽപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മെയ് ജൂൺ മാസമാകുമ്പോൾ വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ കുടുംബത്തെ ഏതെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള യോഗമുണ്ട്. തൊഴിൽ രംഗത്ത് അല്പം നേട്ടം കാണുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് നിസ്സാരമായി കാണാതെ ഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കേണ്ടതാണ്. ജീവിത പങ്കാളികളുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര ഒരു സഹകരണം ലഭിക്കാത്തത് മൂലം കുടുംബത്തിൽ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ പലവിധ അപവാദങ്ങളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. ഭാര്യയുടെ സ്വത്തിൽ അനുഭവ ഗുണം ഒക്കെ ഈ മെയ് ജൂൺ മാസങ്ങളിൽ ഉണ്ടാകുന്നതാണ്. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വ്യാപാര രംഗത്തൊക്കെ നേട്ടം കാണുന്നുണ്ട്. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ കരുതലോടെ ആയിരിക്കണം. ഉദരസംബന്ധമായി ചില രോഗങ്ങളോ ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുപോലെ പുതിയ ഒരു തൊഴിൽ മേഖല ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഭാര്യയുമായുള്ള അഭിപ്രായ വ്യത്യാസം ബന്ധുജനങ്ങളുടെ ഇടപെടലുകളൊക്കെ മൂലം പരിഹരിക്കാൻ കഴിയുന്നതാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. പ്രവർത്തനങ്ങൾക്കും പ്രയത്നങ്ങൾക്കും ഫലം ഉണ്ടാകുന്നതാണ്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്നതിനുള്ള ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നതാണ്.
അതുപോലെ ഗൗരവമുള്ള വിഷയങ്ങളെ ലളിതമായി ഒക്കെ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ്. പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ്. ചില കുബുദ്ധികളുടെയൊക്കെ പ്രവർത്തനം മൂലം വിഷമങ്ങൾ നേരിടേണ്ടതായി വരുന്നതാണ്. അതുപോലെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം മൂലം അല്പം നഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ സഹോദരങ്ങളുടെ ഉയർച്ചയ്ക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും. ജൂലൈ ആഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ കോടതി കേസുകളിലൊക്കെ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ പെട്ടെന്ന് തീരുമാനമെടുക്കരുത്. പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ ദോഷഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്. ജീവിതത്തിലെ നഷ്ടബോധം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എതിർപ്പുകൾ ധാരാളമുണ്ടെങ്കിലും ഈശ്വരാനുഗ്രഹം കൊണ്ട് അവയെല്ലാം അതിജീവിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ഭൂമി വാങ്ങുന്നതിനുള്ള യോഗമൊക്കെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കാണുന്നുണ്ട്. അതുപോലെ ധനയോഗവും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ തൊഴിൽ മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അത് അല്പം മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. വിദേശത്തേക്ക് തൊഴിൽ മാറ്റം ദോഷകരമായി കലാശിക്കുന്നതാണ്. മാതാപിതാക്കളുടെ ആവശ്യങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഗുരുതുല്യരായവരുടെയൊക്കെ അനുഗ്രഹം ലഭിക്കും. അവസരോചിതമായി പ്രവർത്തിക്കുന്നത് മൂലം നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ പ്രായോഗിക ജ്ഞാനമൊക്കെ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുന്നതാണ്. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വ്യാപാര മേഖലയിലൊക്കെ പുരോഗതി കാണുന്നുണ്ട്. അതുപോലെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് മാറി താമസിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. ലക്ഷ്യബോധത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെങ്കിലും വിജയത്തിലെത്താൻ കഴിയാതെ വരുന്നുണ്ട് ചില സമയത്ത്. ഈശ്വരാനുഗ്രഹത്താൽ വലിയ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അവസരോചിതമായ ഇടപെടലുകളൊക്കെ മൂലം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ചിലരൊക്കെ ജോലി ഉപേക്ഷിച്ച് തിരിച്ചു പോരാനൊക്കെയുള്ള സാധ്യതയും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കാണുന്നുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും മേന്മയുള്ള വിവാഹബന്ധമൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ വാഹനം സംബന്ധമായ എന്തെങ്കിലും ഇടപാടുകളിലൊക്കെ ശ്രദ്ധിക്കണം. അവിടെയൊക്കെ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ സുഹൃത്തുക്കളെ ഒക്കെ അമിതമായിട്ട് വിശ്വസിക്കരുത്. ശത്രുദോഷം അല്പം കുറയുന്ന സമയമാണ്. ആരോപണങ്ങളിൽ നിന്നൊക്കെ കരകയറാൻ സാധിക്കും. എന്നാൽ എന്തെങ്കിലും ചെറിയ വിഷമമൊക്കെ മനസ്സിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അതുപോലെ കുടുംബപരമായ കാര്യങ്ങളെ ചൊല്ലിയൊക്കെ മനസ്സ് ഉത്കണ്ഠപ്പെടുന്ന സമയം കൂടിയാണ്. തൊഴിൽ രംഗത്ത് നിന്ന് ലാഭമൊക്കെ ഉണ്ടാകും. വസ്തു ഇടപാടുകൾ സംബന്ധിച്ച തർക്കങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ വസ്തു ഇടപാട് സംബന്ധിച്ച തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ പുണ്യചിന്തകളൊക്കെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുന്നതാണ്. അതുപോലെ പുതിയ ചില ബന്ധങ്ങളിലൂടെ പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്ന് പ്രതീക്ഷയിൽ കവിഞ്ഞ ധനസഹായമൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ്. അതുപോലെ ഭൂമിയിൽ നിന്നും ഉള്ള ആദായമൊക്കെ വർദ്ധിക്കുന്നതാണ്. എന്നാൽ ക്രയവിക്രയങ്ങളിലൊക്കെ ചില നഷ്ടം കാണുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ക്രയവിക്രയങ്ങളിലുള്ള നഷ്ടമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ ജീവിത പങ്കാളികളുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താൻ പറ്റിയ സമയവുമാണ്. ആരോഗ്യമൊക്കെ തൃപ്തികരമായിരിക്കും. ബന്ധുക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതകൾ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകാം. നവംബർ ഡിസംബർ മാസമാകുമ്പോഴേക്കും മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി സമ്പാദിക്കാൻ കഴിയുന്നതാണ്. വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ട് ശത്രുക്കളെ സമ്പാദിക്കുന്നതാണ്. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. അതുപോലെ അർഹതയില്ലാത്തവരെ ഒഴിവാക്കിയില്ലെങ്കിൽ കർമ്മരംഗത്ത് തിരിച്ചടിയൊക്കെ ഉണ്ടാകുന്നതാണ്. ജീവിത വിജയത്തിന് വേണ്ടി നല്ലപോലെ പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ പാകപ്പിഴകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ. അതുപോലെ സ്വന്തമായിട്ടൊരു ഗ്രഹം ആഗ്രഹം സാധിക്കുന്നതിന് മാതാപിതാക്കളുടെയൊക്കെ സഹായം ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളുടെയൊക്കെ നല്ല ഉപദേശങ്ങൾ ലഭിക്കുന്നതാണ്. സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പുതിയ വഴികളൊക്കെ കണ്ടെത്താൻ ശ്രമിക്കും. ആ വഴികൾ ഒക്കെ വിജയകരമായിരിക്കും. കർഷകർക്ക് അത്ര ഒരു അനുകൂലമായ കാലമല്ല നവംബർ ഡിസംബർ മാസം. കുടുംബ സന്തോഷത്തിന് വേണ്ടി ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ നവംബർ ഡിസംബർ മാസത്തിൽ മെച്ചപ്പെടുന്നതാണ്. പ്രവർത്തന രംഗമൊക്കെ കൂടുതൽ പുഷ്ടിപ്പെടും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. വ്യക്തിത്വമുള്ള സമീപനം മൂലം സർവകാല വിജയമൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ കുടുംബത്തിലൊക്കെ സന്തോഷവും സമാധാനവും ഐക്യവും ഒക്കെ നിലനിൽക്കുന്നതാണ്. ഈശ്വരാനുഗ്രഹമൊക്കെ നല്ലപോലെയുള്ള സമയമാണ് നവംബർ ഡിസംബർ മാസം.
അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്തൊക്കെയുള്ള വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ധനലാഭം, രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നിവയൊക്കെ ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ സാധ്യമാകുന്നതാണ്. കൂടുതൽ ഈ വർഷം ഫലപ്രദമാകാൻ വേണ്ടി പുണ്യ കർമ്മങ്ങൾ ചെയ്യുക, പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുക, ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക, അതുപോലെ സുബ്രഹ്മണ്യ പ്രീതി വരുത്തുക ഒക്കെ ചെയ്താൽ സർവ്വദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു വർഷമാകട്ടെ 2024. നന്ദി, നമസ്കാരം.